ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൽ 6 സീസണുകൾ പൂർത്തിയായി. അതിൽ ഏറ്റവും കൂടുതൽ കോളിളക്കമുണ്ടാക്കിയ സീസണായിരുന്നു 4ാം സീസൺ. ആ സീസണിൽ വിജയിയായത് ദിൽഷയായിരുന്നു. ഓരോ സീസണിലും നിരവധി കോംബോകൾ ഉണ്ടാകാറുണ്ട്. അവയിൽ ചിലത് സീസൺ അവസാനിച്ചതിന് ശേഷം ശക്തമായി തുടരും. മറ്റു ചിലത് ഷോ കഴിയുമ്പോൾ പൊട്ടിത്തകരും. ഹൗസിൽ അത്തരത്തിൽ സീസൺ 4 രൂപം കൊണ്ട ഒരു ട്രയോവാണ് സുചിത്ര, അഖിൽ, സൂരജ് എന്നിവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ. സുഖിൽ എന്ന പേരിലാണ് ഈ ട്രയോ BB പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അഖിലും സുചിത്രയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പ്രചരിച്ചിരുന്നു. ബിഗ് ബോസിന് ശേഷം ഇപ്പോഴിതാ സുഖിൽ ട്രയോ താങ്കളുടെ പുത്തൻ വിശേഷങ്ങൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പങ്കിട്ടിരിക്കുകയാണ്. 3 പേരും ബിഗ് ബോസിന് ശേഷം സിനിമ, സീരിയൽ അഭിനയവും ഷോകളുമായി തിരക്കിലാണ്. ബിഗ് ബോസിന് ശേഷം സുചിത്രയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാലിന്റെ നായിക വേഷമായിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയിൽ രാജകുമാരിയുടെ വേഷമായിരുന്നു സുചിത്രയ്ക്ക്. സുചിത്രയെ പോലെ തന്നെ അഖിലും സൂരജിനും നിരവധി സിനിമാ അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴിതാ മൂകാംബിക ക്ഷേത്രത്തിൽ യാത്ര നടത്തിയതിന്റെ പേരിൽ വന്ന ഗോസിപ്പുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്നും പുതിയ അഭിമുഖത്തിൽ സുചിത്രയും അഖിലും വിശദീകരിച്ചു. മൂകാംബികയിൽ പോയപ്പോൾ താങ്കൾക്കൊപ്പം സൂരജും ഉണ്ടായിരുന്നുവെന്നും പക്ഷേ പ്രചരിച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുവെന്നാണെന്നും സുചിത്രയും അഖിലും പറയുന്നു. ഞങ്ങൾ മൂകാംബികയിൽ പോയപ്പോൾ സൂരജ് ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവരും നോക്കിയത് ഞങ്ങളെ മാത്രമാണ്. ഷോ കഴിഞ്ഞ ശേഷം ഞങ്ങൾ 3 പേരും ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ പോലും വലുതായി കൊടുത്തിട്ടില്ല. സിനിമ പ്രമോഷന്റെ ഭാഗമായി മാത്രമേ ബിഗ് ബോസിന് ശേഷം ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ അധികം കൊടുത്തിട്ടില്ല. ബിഗ് ബോസ് ഞങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് ബിഗ് ബോസിലൂടെയാണ്. ഞങ്ങൾക്ക് പരസ്പരം ബിഗ് ബോസിൽ പോകും മുമ്പ് പരിചയമുണ്ട്. പക്ഷേ അധികം സൗഹൃദം ഉണ്ടായിരുന്നില്ല. സൗഹൃദം ശക്തമായത് ബിഗ് ബോസിലൂടെയാണ്. ഞങ്ങളെ സേഫ് ഗെയിമേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. വാഴകള എന്നും വിളിച്ചിരുന്നു. മൂകാംബിക യാത്ര പ്ലാൻ ചെയ്തിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ഹൗസിനുള്ളിൽ വെച്ച് വൻ പ്ലാനിങ് നടത്തിയ ആരുടെയും പ്ലാനും വർക്കൗട്ടായില്ല. ഞങ്ങളുടെ മൂകാംബിക യാത്ര പ്ലാൻ മാത്രമാണ് വിജയിച്ചത്. അവിടെ പോയപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ആ ഫോട്ടോയിൽ സൂരജും ഉണ്ടായിരുന്നു. പക്ഷേ കഥകൾ പ്രചരിച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുവെന്നത് മാത്രമാണ്. സൂരജിനെ ആരും മൈൻഡ് ചെയ്തില്ല. ബിഗ് ബോസിന് ശേഷം ഞങ്ങൾ അടിമോനെ ബസർ എന്നൊരു പരിപാടി മാത്രമാണ് ചെയ്തത്. ഞങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ചൊന്ന് യാത്ര ചെയ്താൽ ഉടൻ വാർത്ത വരും കല്യാണം കഴിഞ്ഞു എന്ന തരത്തിൽ. തുടക്കത്തിൽ അത്തരം വാർത്തകൾ വരുന്നത് ഞങ്ങളെ വിഷമിപ്പിച്ചിരുന്നു. പിന്നീട് അത് നെവർമൈൻഡ് രീതിയിൽ എടുത്തു തുടങ്ങി. ഞങ്ങൾ 3 പേരും മാത്രമല്ല, ധന്യ, ശാലിനി, ധന്യയുടെ ഭർത്താവ് ജോണു എല്ലാം ഉണ്ടാകാറുണ്ടെന്നും സുചിത്രയും അഖിലും പറയുന്നു. മന്ദാകിനിയാണ് അഖിലിന്റെ ഏറ്റവും പുതിയ റിലീസ്.